ഡയറക്ടർ ബഹുമാനപ്പെട്ട പടത്തിലെ ഈ കൺവെൻഷന് വേണ്ടിയിട്ട് അധ്യക്ഷാനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഇക്കൊല്ലം മാറ്റിയിരിക്കുകയാണ്. വളർന്ന് അതാരംഭിച്ച സ്ഥലത്ത് നിന്ന് അഭ്യുന്ന പിറങ്ങിയാട്ട് പിതാവിച്ച് അൽഫോൻസാമ്മയുടെ ഈ പുണ്യഭൂമിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പദ്ധതി ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അൽഫോൻസാമ്മയുടെ ഈ ജന്മസിസ്റ്റേഴ്സിനെയും ഇതിന്റെ പ്രവർത്തനത്തിനായിട്ട് സഹകരിക്കുന്ന എല്ലാവരെയും, അതുപോലെ തന്നെ ഇന്ന് നമ്മളെല്ലാം നമുക്ക് എന്ത് പ്രയോജനം കിട്ടും, എന്തെങ്കിലും ചെയ്താൽ എന്ത് പ്രയോജനം കിട്ടും, എനിക്ക് എന്ത് നേട്ടമുണ്ടാകും എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയും, ഒരു പ്രയോജനം, എന്ത് പ്രയോജനം ലഭിക്കുമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ചിന്താഗതി നമ്മെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ പ്രാർത്ഥിക്കുന്ന അവസരത്തിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമ്മേളനം കൂടുന്ന അവസരത്തിലും ഇവിടെ നിന്ന് എനിക്ക് രോഗശാന്തി ലഭിക്കുമോ, മനസ്സിന് സുഖം ലഭിക്കുമോ എന്നെല്ലാം മാത്രം ചിന്തിച്ചുകൊണ്ട് വരുന്ന ഒരു രീതി കുറെയെല്ലാം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ പരിശുദ്ധ കുർബാനയിലെ വായനകൾക്ക് മുൻപായിട്ട് പ്രാർത്ഥിക്കുന്നത്, നിന്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ, നിന്റെ സത്യത്തിൽ ഞങ്ങളെ വിശദീകരിക്കണമേ എന്നെല്ലാം പറഞ്ഞുള്ള ആ ഒരു യാചനയാണ്. നമ്മളുടെ ദൈവജനം സ്വീകരിക്കുവാനും അതിനോട് അനുഭവപ്പെട്ട് ജീവിക്കുവാനുമെല്ലാമുള്ള ആ ശക്തിക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രധാനമായും അന്വേഷിക്കേണ്ടത് ഈ ദൈവവചനം അതിന്റെ ആഴത്തിൽ ഗ്രഹിക്കുവാനും നിയമത്തിൽ ഒരു മനോഭാവം നമ്മളെ പശ്ചാത്തപിച്ച് പിന്തിരിക്കണം. നമ്മുടെ ഭാവമാണ് ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ മക്കളാകുമ്പോൾ അവിടുത്തെ വിശുദ്ധിയുടെ മുൻപിൽ നമ്മുടേതായിട്ടുള്ള നിസ്സാരത, നമ്മുടേതായിട്ടുള്ള അയോഗ്യത തീർച്ചയായിട്ടും പശ്ചാത്തപിക്കുവാൻ നമുക്ക് സാധിക്കും. പിന്തിരിയുവാനായിട്ടാണ് ഇതുപോലെയുള്ള വചനപ്രഘോഷണം പ്രധാനമായിട്ടും നമ്മള് ലക്ഷ്യം നൽകേണ്ടതാണ്. സാമൂഹ്യ രംഗത്തെ നമുക്ക് മാറി നിന്ന് കാഴ്ചക്കാരായിട്ട് മാത്രം നമുക്ക് വിടാൻ സാധിക്കും. അടുത്തതായി നമ്മുടെ സ്നേഹ അഭിമന്യ കല്ലറങ്ങാട് പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ഒരു ചിന്ത പ്രസിദ്ധ വേദപുസ്തക വ്യാഖ്യാതാവായ കർദിനാൾ മർത്തീനിയുടെ ഒരു വാക്യമാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ലോകത്തിന്റെ വാർത്തകൾക്കായി ഓരോ ദിവസവും എത്ര മണിക്കൂറുകളാണ് പത്രങ്ങളുടെയും ടെലിവിഷന്റെയും മുമ്പിൽ നമ്മൾ ഇരിക്കുന്നത്. ദൈവത്തിന്റെ വാർത്തകൾ മനസ്സിലാക്കാന്, ശ്രവിക്കാന് തിരുവചനത്തിന്റെ മുൻപില്, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മുമ്പില് എത്ര നിമിഷങ്ങളാണ് ഓരോരുത്തരും ചെലവഴിക്കുന്നത് എന്ന് പരിശോധിക്കുക. ഈ ബൈബിൾ കൺവെൻഷൻ കർദിനാൾ മർത്തീനിയുടെ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരവസരമായിട്ട് എടുക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു ചിന്ത ആവിലായിലെ വിശുദ്ധ ത്രേസ്യായുടെ ഒരു വാക്കാണ്. അവര് ഒരിക്കൽ പറഞ്ഞു, എന്റെ മുമ്പില് മുഖത്തിന് തിളക്കമുള്ള ഒരു വ്യക്തി വന്നു നിൽപ്പുണ്ട്. ആ വ്യക്തി ലോകത്തിന്റെ സ്രഷ്ടാവാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. അതൊരു മനുഷ്യ വ്യക്തിയാണെന്ന് എനിക്ക് മുൻകൂട്ടി അറിയത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവനെ മുട്ടുകുത്തി ആരാധിച്ചേനെ. ദൈവവചനം കൊണ്ട് അവന്റെ മുഖം അത്രമാത്രം തിളങ്ങിയിരുന്നു.
ആ പുണ്യവതിയുടെ വാക്കുകളും ഈ വചന പ്രഘോഷണ ദിവസങ്ങളിൽ നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആദിമസഭയില് ഉത്ഥാനത്തിന്റെ ദിവസം തുടങ്ങി ഈസ്റ്ററിന്റെ തിരുനാൾ മുതൽ തുടർച്ചയായിട്ട് ഒരാഴ്ചക്കാലം പിതാക്കന്മാര്, സഭയുടെ പിതാക്കന്മാര് പുതുതായി മാമോദീസ സ്വീകരിച്ചു വരുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവവചനവും മാമോദീസായുടെയും ലേപനത്തിന്റെയും പരിശുദ്ധ കുർബാനയുടെയും അർത്ഥവും വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു വലിയ കർമ്മമുണ്ടായിരുന്നു. മിസ്റ്റഗോജിക്കൽ കാറ്റക്കേസിസ് എന്ന് അതിനെ സഭാപിതാക്കന്മാര് വിളിച്ചിരുന്നു. ദൈവവചനത്തിന്റെ വെളിച്ചത്തില് കൂദാശകളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു കർമ്മം. അത് രൂപതാധ്യക്ഷന്മാര് ചെയ്തിരുന്ന വലിയൊരു കർമ്മമാണ്. നമ്മൾ തുടർച്ചയായിട്ട് ഈശോയുടെ തിരുപ്പിറവിക്ക് ഒരുക്കമായിട്ട് അതിന്റെ തൊട്ട് മുൻപുള്ള ഒരാഴ്ചക്കാലം ദൈവവചനം വ്യാഖ്യാനിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ പിതാക്കന്മാര് കുർബാന അർപ്പിക്കുവാനും വചനം വ്യാഖ്യാനിക്കുവാനും ഉണ്ട്. അതേ തുടർന്ന് വേദപുസ്തകം പഠിച്ച പണ്ഡിതന്മാരും. അങ്ങനെ ആ മിസ്റ്റഗോജിക്കൽ കാറ്റക്കേസിസിന്റെ മറ്റൊരു രൂപം ഇവിടെ നമ്മളുടെ രൂപതയിലും നമ്മൾ നടത്തുന്നുണ്ട്. ഈ കാറ്റക്കേസിസ് വിശ്വാസ പരിശീലനം കിട്ടിയിരുന്ന ആളുകളെ കുറിച്ച് പ്രസിദ്ധ പണ്ഡിതനായ തെർത്തുല്യന്റെ വാക്കുകള് ഇപ്രകാരമാണ്: ഒരുപിടി ദൈവിക സത്യം കേട്ട് നവജാതര്, അതായത് മാമോദീസ സ്വീകരിച്ച അന്ന് കൂടുതലും പ്രായപൂർത്തിയായവരായിരുന്നു, നവജാതര് തുള്ളിച്ചാടുന്ന ദിവസങ്ങളായിരുന്നു മിസ്റ്റഗോജിക്കൽ കാറ്റക്കേസിസിന്റെ. പിതാക്കന്മാരുടെ ഈ തിരുവചന വ്യാഖ്യാനം കേൾക്കുമ്പോൾ നവജാതര്, അതായത് ദൈവജനം തുള്ളിച്ചാടുന്ന ദിവസങ്ങളായിരുന്നു. നമ്മളുടെ ഈ ബൈബിൾ കൺവെൻഷനിലും ദൈവിക രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് നമ്മെ പിതാക്കന്മാരും വേദപുസ്തക വ്യാഖ്യാതാക്കളും കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ ഒരവസ്ഥയും ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം. വിശുദ്ധ പത്രോസ് തന്റെ ലേഖനത്തില് 1 ലേഖനം 2:2 പറയുന്നുണ്ടല്ലോ, രക്ഷയിലേക്കുള്ള വളർച്ചയില് നിങ്ങള് ഓരോ ദിവസവും കടന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. കൊച്ചു കുഞ്ഞുങ്ങള് പാല് കുടിക്കുവാൻ എന്തുമാത്രം ദാഹിക്കുന്നുവോ അതുപോലെ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തില് സ്വീകരിക്കുവാൻ വേണ്ടി ദാഹിക്കുവിൻ. ആ വിശുദ്ധ പത്രോസിന്റെ തിരുവചനം തന്നെയാണ് യു ആർ എ ഹോളി പീപ്പിൾ, നിങ്ങളൊരു വിശുദ്ധ ജനപദമാണ് എന്നുള്ള ആ ഒരു തിരുവചനം, നിങ്ങളൊരു പുരോഹിത ജനമാണ് എന്നുള്ള ആ തിരുവചനം നമ്മൾ ഈ ഒരാഴ്ച ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ്. ഡ്യൂട്ടറോണമി 7:6 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങൾ അവന്റെ നിധിയാണ്, കിരീടമാണ്, ദൈവം നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ് ഈ ആനുകൂല്യമെല്ലാം നിങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം 5 ലോക ജനസമൂഹത്തില് ഇസ്രായേലിനുള്ള സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. സമസ്ത ഭൂമിയും എന്റേതാണ്, പക്ഷേ നിങ്ങൾ എനിക്ക് പുരോഹിത ജനവും വിശുദ്ധ ജനപദവുമാണ്. എല്ലാ ജനപദങ്ങളും എന്റേതാണ്, ദൈവത്തിൻ്റെതാണ്. എന്നാലും നിങ്ങള് ഇസ്രായേൽക്കാര് വിശുദ്ധ ജനപദവും പുരോഹിതന്മാരുമാണ്. ആ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള ആ തിരുവചനം പൂർത്തീകരിക്കപ്പെട്ടത് സഭയിലാണ്. സഭയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനവും വിശുദ്ധ പുരോഹിത ഗണവുമായിട്ട് ആ സന്ദേശം ഏറ്റുവാങ്ങിയത്. ആ തിരുവചനത്തെ കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതും വ്യാഖ്യാനങ്ങൾ ശ്രമിക്കുന്നതുമെല്ലാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.